അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ ചെയ്യണത്, നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഫേസ് പാക്ക് നമ്മൾ ചെയ്യണത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാട്ടത്. നമ്മളെ മുഖത്തുള്ള കറുത്ത പാടുകളും കരിവാളിപ്പൊക്കെ മാറിയിട്ട് മുഖം നല്ലതുപോലെ നിറം വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാട്ടത്. മുഖത്ത് മാത്രമല്ല കേട്ടോ, ശരീരത്തിൽ മൊത്തത്തിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ആദ്യം തന്നെ ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഈ പാക്ക് വേണം അതിനനുസരിച്ച് അരിപ്പൊടി എടുത്താൽ മതി. ഞാനിവിടെ 2 ടീസ്പൂണാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മുഖത്ത് മാത്രം തേച്ച് കൊടുക്കാനാണെങ്കിൽ 2 ടീസ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇതന്നെ നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ മുഖത്ത് തേക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടിന്നിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ തൈരാട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഇത്ര സ്പൂണെന്ന് കണക്കൊന്നുമില്ല കേട്ടോ, നമ്മൾ അരിപ്പൊടി ഒന്ന് മിക്സായി കിട്ടണം, അതിനനുസരിച്ചുള്ള തൈര് എടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്ക് ആട്ടത്. അപ്പോൾ നമ്മൾ ഈ പാക്ക് മുഖത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം നല്ലതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ കാണാൻ പറ്റും കേട്ടോ. നമ്മളെ സ്കിന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും, ചെറുതായിട്ടൊന്ന് കളറും വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ സ്കിന്ന് ടൈറ്റൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കാട്ടത്. അപ്പോൾ അതാ നമ്മളെ അരിപ്പൊടിയും തൈരൊക്കെ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് മുഖത്ത് തേച്ച് കൊടുത്താൽ മതി. മുഖത്തോ കയ്യിലോ കാലിലോ ശരീരം മുഴുവൻ നമുക്കിത് തേച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. യൂസ് ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആട്ടത്. അപ്പോൾ അതാ കയ്യിലാണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ പാക്ക് നമ്മൾ മുഖത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അതെന്താന്ന് വെച്ചാൽ അരിപ്പൊടി നമ്മൾ ഒരു സ്ക്രബായിട്ട് കൂടി യൂസ് ചെയ്യണതല്ലേ, അതുകൊണ്ട് അത് മുഖത്ത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതാ ഞാൻ കയ്യിൽ മുഴുവനായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മുഖത്താണെങ്കിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 15-20 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് വെള്ളം വെച്ചിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആ കയ്യിൽ തേച്ച് കൊടുത്തിട്ടുള്ള ആ പാക്ക് ചെറുതായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഡ്രൈ ആവണമെന്നൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏത് ഫേസ് പാക്ക് തേച്ച് കൊടുത്തിട്ടോ അത് കഴുകി കളയുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നനച്ചിട്ട് വേണം കഴുകിയെടുക്കാൻ. അപ്പോൾ അതാ ഞാൻ കയ്യിൽ തേച്ച് കൊടുത്തിട്ടുള്ള പാക്കൊക്കെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് വെള്ളം ഒന്ന് തുടച്ച് മാറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല, ഞാൻ 2 കൈ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ മാറ്റം മനസ്സിലാവും. മറ്റേ കൈയിനേക്കാളും ചെറുതായിട്ടൊന്നിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അല്ലേ, അപ്പോൾ അത് മനസ്സിലാവണില്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മുത്തുമണീസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫേസ് പാക്ക് ഇത്ര ബാക്കിയായിട്ടുണ്ട്. അത് ഇതുപോലൊരു ടിന്നിലിട്ടിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.